മണ്ണാർക്കാട് നഗരസഭയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് ചെയർമാൻ വ്യാപാരി നേതാക്കളുമായി ചർച്ച നടത്തി. ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാതെ തന്നെ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കി നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയതായി ചെയർമാൻ അറിയിച്ചു. കെ-സ്മാർട്ട് എന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ സാങ്കേതികത്വം പറഞ്ഞ് വ്യാപാര ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്ന പരാതിയുമായി വ്യാപാരികൾ രംഗത്തെത്തിയിരുന്നു. നടപടിയുണ്ടായില്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും മണ്ണാർക്കാട്ടെ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്നാണ് നഗരസഭാ ചെയർമാൻ വ്യാപാരി നേതാക്കളുമായി ചർച്ച നടത്തിയത്. ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാതെ തന്നെ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കി നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയതായി ചെയർമാൻ അറിയിച്ചു. എല്ലാം കെ-സ്മാർട്ടിലേക്ക് മാറിയപ്പോഴുണ്ടായ സാങ്കേതിക തകരാറാണ് നിലവിൽ സംഭവിച്ചതെന്ന് ചെയർമാൻ പറഞ്ഞു. എല്ലാം കെ-സ്മാർട്ടിലേക്ക് മാറിയപ്പോൾ അതിലുള്ള സാങ്കേതിക തകരാറുകൾ മൂലമാണ് ഇത്തരം ഒരു ആളുകൾക്കൊരു വിഷമം വന്നിട്ടുള്ളത്. അന്ന് 2016 ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകെ ഒരാളോളൂ. അതിൽ അദ്ദേഹം വിയോജനക്കുറിപ്പ് എഴുതി വെച്ചിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കൗൺസിലേക്ക് വന്നു. കൗൺസിലിൽ അദ്ദേഹം അതിൽ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടില്ലല്ലോ. ഇടയ്ക്ക് വിയോജനക്കുറിപ്പ് എഴുതുന്ന ആളുകളല്ലേ. ഞങ്ങൾ എവിടെയും കണ്ടില്ല, ഇല്ലേ? അങ്ങനെ ഒരു വിയോജനക്കുറിപ്പില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ എല്ലാത്തിനും നിന്നിട്ട് മെല്ലെ കൂടെ ഔങ്ങി ഒന്നും ഉണ്ടാതിരുന്നു. ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും വാർഡില് അവര് ടാക്സ് പിരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവര് പിരിച്ചിട്ടുണ്ടല്ലോ. അല്ല, അങ്ങനെ അവർക്ക് പറയാലോ ഞങ്ങൾ ഈ ടാക്സ് വാങ്ങാൻ പറ്റൂല. ക്യാമ്പ് വെച്ചിട്ടല്ല അവര് പിരിച്ചത്. അപ്പൊ ഇതൊക്കെ ഐക്യമായിട്ട് തീരുമാനമാണ്. പത്രക്കാരോട് മാത്രം ഈ ഒരു രീതിയിൽ പറയാൻ ശരിയല്ല. വ്യാപാരികൾ നഗരസഭയിലെ ഉദ്യോഗസ്ഥരോട് മാന്യമായി പെരുമാറണമെന്നും തിരിച്ചും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മാന്യമായ പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു. ചെയർമാന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിൽ നിന്നും പിന്മാറുന്ന കാര്യം പരിഗണിക്കുമെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. ചെയർമാൻ പറഞ്ഞത് മുനിസിപ്പൽ ലൈസൻസ് പുതുക്കി കിട്ടാനുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പൽ ലൈസൻസുമായി പുതുക്കവുമായി ബന്ധപ്പെട്ട കെ-സ്മാർട്ടിൽ വേറൊരു ഓപ്ഷൻ ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നാണ് ചെയർമാൻ അവകാശപ്പെടുന്നത്. PDE സംവിധാനം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടത്രേ. അങ്ങനെയാണെങ്കിൽ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാതെ തന്നെ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താം എന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. വോട്ട് ബഹിഷ്കരിക്കരുത് എന്നുള്ള അഭ്യർത്ഥന കൂടി നമ്മളോട് നടത്തിയിട്ടുണ്ട്. ആ അഭ്യർത്ഥന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാന്റെ വാക്കുകൾ മുഖവിലക്കെടുത്ത് അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുകൂടി അറിയിക്കുക. അത് വ്യാപാരികളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വാഗ്വാദങ്ങൾ ഒഴിവാക്കാനും പരസ്പരം സൗഹാർദ്ദപൂർവ്വം ഇടപെടാനും കൂടിയുള്ള തീരുമാനവും ഇന്ന് എടുത്തിട്ടുണ്ട് ചെയർമാന്റെ സാന്നിധ്യത്തിൽ. CCN മണ്ണാർക്കാട്.